ഗ്യാസ് പ്രതിസന്ധിക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഏജൻസികളുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപക സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൊസങ്കടി, കാഞ്ഞങ്ങാട്, മാലം, കാസർഗോഡ് എന്നീ ഏജൻസികളുടെ മുന്നിലാണ് ധർണ നടത്തിയത്. കാസർഗോഡ് ധർണ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കരയും, ഹൊസങ്കടിയിൽ സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരിയും, കാഞ്ഞങ്ങാട് ജില്ലാ പ്രസിഡന്റ് രഘുവീർ പയ്യും, ചീമേനിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ പരിപ്പുവടയും, മാലോത്ത് വർക്കിംഗ് പ്രസിഡന്റ് രാജൻ കളക്കരയും ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 60,000-70,000 ആളുകളുടെ ഒരു സംഘടനയാണ്. ഞങ്ങൾ 2 ദിവസം കേരളം ഒട്ടാകെ അടച്ചിട്ട് കഴിഞ്ഞാൽ കേരളം നിശ്ചലമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പാലക്കാട് നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എത്ര സ്ഥലത്തു നിന്നാണ് നേരെ ഭക്ഷണം കിട്ടുന്നത്? ചോറില്ലാത്ത എത്ര കടകള്, ചായ ഇല്ലാത്ത എത്ര കടകള്, 3 മണിക്ക് അടച്ചു പോകുന്ന എത്രയോ കടകള്. ഇതൊക്കെ എങ്ങനെ തുറന്നു പ്രവർത്തിക്കുന്നു? ഞങ്ങളുടെ തൊഴിലാളികളെ നഷ്ടപ്പെട്ടു പോകലെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. നമുക്കറിയാം, അന്യ സംസ്ഥാന തൊഴിലാളികള് ഈ നാട്ടിൽ സേവനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഹോട്ടൽ മേഖല പരിപൂർണമായും പിടിച്ചു നിർത്തുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഈ തൊഴിലാളികള് ഈ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ ആരാണ് പിന്നെ ഹോട്ടൽ മേഖലയെ സഹായിക്കാനുള്ളത്? ഒരൊറ്റ മലയാളി പോലും ഹോട്ടൽ മേഖല ജോലി ചെയ്യുവാനോ അതിനുവേണ്ടി പണിയെടുക്കുവാനോ മുന്നോട്ട് വരുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് മുന്നോട്ട് വരുന്നത്. ഒരു ഹോട്ടലിൽ നിന്ന് ദിവസവും 4-5 തൊഴിലാളികൾ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. 62% ഉത്തരവിറക്കിയിട്ട് ഒരു 20% ഞങ്ങളുടെ ഹോട്ടലുകൾ സപ്ലൈ ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഈ സർക്കാർ കാണിക്കണമെന്നും അതുപോലെ ഗ്യാസ് ഏജൻസികൾ കാണിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മുഹമ്മദ് ഗസാലി, സത്യനാഥൻ, അജേഷ്, അബ്ദുൾ റസാഖ്, ഗംഗാധരൻ കാഞ്ഞങ്ങാട്, ശിശുപാൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. ഗ്യാസ് പ്രതിസന്ധി കാരണം ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും ഇത് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ വേണമെന്നും അസോസിയേഷൻ നേതാക്കൾ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.